ഈ വീഡിയോയിൽ കാണിക്കുന്നത് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആൻഡ് ഇൻഗ്രീഡിയൻസ് ആണ്. പുഡിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ട്രയലിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടാണ്. എല്ലാവർക്കും മിക്കവാറും വരുന്നത് ഏത് സൈസിലുള്ള ട്രയലാണ് പുഡിങ് ചെയ്യുക, ഓരോ സൈസിലുള്ള ട്രയൽ പുഡിങ് ചെയ്യുമ്പോഴും അതിന്റെ റേറ്റ് എങ്ങനെയാണ് പറയുക എന്നുള്ള കൺഫ്യൂഷനൊക്കെ. മെയിൻ എല്ലാവർക്കും ഇതിൽ പുഡിങ് ചെയ്യാൻ അറിയുന്നവർ തന്നെയാണ്, പക്ഷേ മെയിൻ എല്ലാവരും ജോയിൻ ചെയ്ത് ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുഡിങ് ട്രേ എന്ന് പറയുന്നത് ഇത് കണ്ടില്ല, സ്ക്വയറിലുള്ള കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ടൈപ്പാണ്. നെക്സ്റ്റ് അതിന്റെ നേരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള സെയിം സൈസിൽ ഇതുപോലെ ഒരു 6 എന്നൊരു നമ്പർ കണ്ടില്ല, ഒന്ന് നോട്ട് ചെയ്യണേ. നെക്സ്റ്റ് എളിമോ 5 നമ്പർ, നെക്സ്റ്റ് അതിന്റെ ചെറുത്. ഇത് ഈ ടൈപ്പുകളൊക്കെ ട്രേകളാണ് നമ്മുടെ മാർക്കറ്റിൽ പുഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഓരോ ട്രേനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഈ ട്രേനെ കുറിച്ചിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ട്രേ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, കുറച്ചൊരു ഹൈറ്റ് ഉള്ള ഒരു ടൈപ്പ് ട്രേ ആണ്. കണ്ടില്ലേ, ഹൈറ്റ് ഉള്ള ടൈപ്പ്. ഇതിലും പുഡിങ് കൊടുക്കുന്നുണ്ട്, പക്ഷേ പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ ട്രേ അല്ല. നിങ്ങളടുത്ത് മറ്റുള്ള ട്രേ ഇല്ലെങ്കിൽ ഇതിൽ ചെയ്ത് കൊടുക്കട്ടെ. പക്ഷേ ഇതിൽ പൊതുവേ സാധാരണ നമ്മൾ പുഡിങ്ങിന് കൊടുക്കുന്ന ട്രേ ആണ്. പുഡിങ് കൊടുക്കുന്ന ഞാൻ ഡെയിലി മീൻസ് ഓർഡറൊക്കെ ഉണ്ടായാലും കൊടുക്കുന്ന ട്രേ ആണ്. 6 നമ്പർ കണ്ടില്ല, 6. ഇത് ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ടാവും. നമുക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെ നമ്പർ പറഞ്ഞാൽ മതി. ട്രേൻ്റെ ഏകദേശം ഒരു 49 സെന്റിമീറ്റർ ഒക്കെ വരിക. ഒക്കെ ഇങ്ങനെ നമ്പർ ഉണ്ടാവും. നമ്പറിനെ ബേസ് ചെയ്ത് പറയാം. ഇതിലാണ് പൊതുവേ നമ്മളെ ഈവൻസ് ആണ്, കാറ്ററിംഗ് ആണെങ്കിലൊക്കെ പൊതുവേ പുറത്ത് കൊടുക്കുന്ന ട്രേ എന്ന് പറയുന്നത് ഈ 6 നമ്പറിലെ ഈ ട്രേലാണ്. ഈ ട്രേലാണ് പൊതുവേ നമ്മൾ പുഡിങ് കൊടുക്കുന്നത്. ഈ ട്രേയിലേക്കുള്ള കറക്റ്റ് മെഷർമെന്റ് ആണ് 2 കപ്പ് പാല്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഹൈറ്റുള്ള ട്രേയിലേക്ക് ഇപ്പോൾ നിങ്ങൾ വെച്ചിട്ട് 2 കപ്പ് പാല് വെച്ച് ചെയ്താൽ പുഡിങ്ങിന് ഹൈറ്റ് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 2.5 പാക്കറ്റ് പാൽ നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, സോറി, ഇതിൽ ഞാൻ പാക്കറ്റാണോ കപ്പാണോ പറഞ്ഞതെന്നൊരു ഡൗട്ട്. ഇതിലേക്ക് 2 പാക്കറ്റ് ആട്ടോ, പാക്കറ്റ് പാലാണ്. 2 കപ്പല്ല 2 പാക്കറ്റ് പാലായിരിക്കും ഈ ട്രേയിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ആദ്യം ഈ ട്രേനെ കുറിച്ച് പറയാം. അപ്പോൾ ഇത് കുറച്ച് വലിയ ഹൈറ്റുള്ള ട്രേ ആണ്. അപ്പോൾ ഇതിൽ പൊതുവേ നമ്മൾ ഹൽവ ഒക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാറ്. ഓക്കെ, അതിലേക്ക് പറഞ്ഞാൽ 3 കിലോ ക്യാരറ്റ് ഹൽവ ഒക്കെ ഉണ്ടാക്കാൻ 3 കിലോ ക്യാരറ്റ് എടുത്തിട്ട് ഹൽവ നമുക്ക് ഇതിൽ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അതിനനുസരിച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഹൽവയ്ക്ക്. ഓക്കെ, അപ്പോൾ അത് മെയിൻ ഇതിലല്ല പൊതുവേ നമുക്ക് പുഡിങ് കാണുന്നത്. പക്ഷേ ഇതിൽ തന്നെ ചെറിയ ടൈപ്പും വരുന്നുണ്ട്. അതിൽ നമുക്ക് പുഡിങ് ചെയ്ത് കൊടുക്കാം, ഇല്ല എന്നല്ല കൊടുക്കാം. പക്ഷേ ഇതിലേക്ക് നമ്മൾ കറക്റ്റ് 500 രൂപയുടെ പെർ ട്രേൻ്റെ ഓരോ പുഡിങ്ങിന്റെ റേറ്റ് 500 ആണ്. സ്റ്റാർട്ടിങ് സാധാ വാനില, പിസ്ത, സ്ട്രോബെറി അങ്ങനെ സാധാ നമ്മൾ നോർമൽ ആയിട്ടുള്ള പുഡിങ്ങിന്റെ ഒക്കെ റേറ്റ് സ്റ്റാർട്ടിങ് 500 ആണ്. പിന്നെ വെറൈറ്റീസ് ബട്ടർ സ്കോച്ച്, റാഫല്ലോ അങ്ങനെയൊക്കെ വരുമ്പോൾ 700, 750, 800, 850 അങ്ങനെ റേറ്റ് വരും ട്രാക്ക് പെർ ട്രാക്ക്. അപ്പോൾ ഇതിലാവുമ്പോൾ എന്തെങ്കിലും നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കേണ്ടി വരും. പാല് 2 പാക്കറ്റ് എടുക്കുന്നിടത്ത് നമുക്ക് 2.5 പാക്കറ്റ് എടുക്കേണ്ടി വരും, 3 പാക്കറ്റ് ഒക്കെ ചിലപ്പോൾ ഫില്ല് ചെയ്യാൻ എടുക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ ഈ ട്രേ വേണ്ട, നമുക്ക് മാറ്റി വെക്കാം. അതാണ് ആ ട്രേനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് 6 നമ്പർ കണ്ടില്ല, ഇതിലാണ് കറക്റ്റ് 2 പാക്കറ്റ് പാല്. ഈ ട്രേയിലേക്കുള്ള മെഷർമെന്റ് ആണ് ഞങ്ങൾക്ക് തരുന്നത്. 2 പാക്കറ്റ് പാൽ ഉപയോഗിച്ചിട്ട് ഓരോ ട്രേയിലേക്കുള്ളത്, അല്ലെങ്കിൽ 1 പാക്കറ്റ് പാൽ ഉപയോഗിച്ചിട്ട് ഒരു ട്രേയിലേക്കുള്ള അളവും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ കറക്റ്റ് നിങ്ങൾ 500 രൂപയ്ക്ക് പുഡിങ് കൊടുക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ 6 നമ്പറുള്ള ഏകദേശം ഇതിന്റെ ഒരു സെന്റിമീറ്റർ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷോപ്പിൽ വെച്ചിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് വേണ്ട. ഓക്കെ, ഇതുപോലെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ 39 സെന്റിമീറ്റർ, 15.5 ഇഞ്ച്. മനസ്സിലായില്ലേ? കറക്റ്റ് വീഡിയോ ക്ലിയർ ആവേണ്ടതെന്ന് വിചാരിക്കുന്നു. 39 സെന്റിമീറ്റർ. ഓക്കെ, അത് ട്രേക്ക് ബേസ് ചെയ്തപ്പോൾ നമ്മൾ ഓവറിൽ ലിറ്റർ ബേസ് ചെയ്താൽ പറയാം. അതുപോലെ തന്നെ മോൾഡ് നമ്മൾ kg ബേസ് ചെയ്തിട്ടാ പറയാം, ഇഞ്ച് ബേസ് ചെയ്തിട്ടാ പറയാം. അതുപോലെ തന്നെ ട്രേ നമ്മൾ ചോദിക്കുമ്പോൾ പല കമ്പനിയുടെ ഉണ്ട്. അത് കേക്ക് ട്രേ എന്നുള്ളതിൽ ഹീറോ സ്റ്റൈൽ എന്തോ കമ്പനി പല ഇതിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അപ്പോൾ നമ്പർ ബേസ് ചെയ്തിട്ടാണ് ട്രേയിലേക്ക് ട്രേ നമ്മൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ട്രേ പർച്ചേസ് ചെയ്യണം. ട്രേന്റെ സൈസും നമുക്ക് ഡൗട്ട് ക്ലിയർ ആയി വിചാരിക്കണം. അപ്പോൾ ഈ ട്രേയിലാണ് നമ്മൾ 2 കപ്പ് പാല്, കപ്പ് പറയുകയാണ്, 2 പാക്കറ്റ് പാല് 2 പാക്കറ്റ് പാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പുഡിംഗ് ട്രേ. ആ ട്രേ ബേസ് ചെയ്തിട്ട് നമ്മൾ 500 രൂപ സ്റ്റാർട്ടിംഗ് വെച്ച് കൊടുക്കുന്ന ട്രേ ഇതാണ്. ഇതിലാണ് ഞാൻ മാഷാഅല്ലാഹ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് നേരെ ചെറിയ ട്രേ ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്പർ 5. ഇത് നേരെ ചെറുതാണ്, കണ്ടില്ല, അതിനും ചെറുത്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് 2 പാക്കറ്റ് പാലിന്റെ ആവശ്യമില്ല. 2 പാക്കറ്റ് പാലിന് പകരം ഒരു പാക്കറ്റും അതിൽ രണ്ടാമത്തെ പാക്കറ്റ് ഇച്ചിരി ഒഴിവാക്കിയിട്ട്, എന്ന് വെച്ചാൽ നമുക്ക് ഒരു പാക്കറ്റിൽ ഒരു 1/4 കപ്പൊക്കെ ഒന്ന് ഒഴിവാക്കാം. അതുപോലെ അടുത്തിട്ടാണ് കുറച്ച് ഒരു 1.25 പാക്കറ്റ് പാൽ മതി ഇതിലേക്ക്. ഓക്കെ, ഇത് അതിലും ചെറുതാണ്. അപ്പോൾ ഇതിന് റേറ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിന് റേറ്റ് പറയുമ്പോൾ ഇതിന് 500 പറയുന്നുണ്ടെങ്കിൽ ഇതിന് അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചൊക്കെ കൂട്ടിയിട്ടൊക്കെ പറയാം കേട്ടോ. കുറച്ച് ഒരു 50 രൂപ 100 രൂപ കുറച്ച് കൂട്ടിയിട്ടൊക്കെ പറയാം, കുഴപ്പമില്ല. നെക്സ്റ്റ് ഈ ട്രേ ഇപ്പോൾ പൊതുവേ അധികം സ്ഥലങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. ഇതിന് 500 രൂപ വെച്ച് കൊടുക്കുന്നവരെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കൊടുക്കാൻ പറയാം, കുറച്ച് വലിയ ട്രേലാണ് കൊടുക്കുക. ഓക്കെ, നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ആവശ്യമായിട്ട് കൊടുത്താൽ നമുക്ക് വീണ്ടും ഓർഡർ കിട്ടും, അങ്ങനെ വേണ്ടേ. ഓക്കെ, പോട്ടെ. അപ്പോൾ ഈ ട്രേ കുറച്ച് ഞാൻ പറയുന്നത് നന്ന ചെറുത്. ഇതിൽ ശരിക്കും നമുക്ക് ഒരു പാക്കറ്റ് പ്ലെയിൻ വാനില പിസ്ത ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 പാക്കറ്റ് പാല്, ഇനി നട്ട്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത്ര 1.5 പാക്കറ്റ് പാലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആ ലെവൽക്കാണ് ഈ ട്രേയിൽ വരാം. അപ്പോൾ ട്രേൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചിന് ഇനി നമുക്ക് ട്രേ ബേസ് ചെയ്തിട്ട് പുഡിംഗ് ഉണ്ടാക്കുന്നതും. അപ്പോൾ ട്രേ ഓക്കെ ആയി. ഇനി അടുത്തത് വരുന്ന ഡൗട്ടാണ് ചൈന ഗ്രാസിൻ്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ. അതൊന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ചൈന ഗ്രാസ് പൊതുവേ നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ ചെയ്യുകയാണെങ്കിലും ഉപയോഗിക്കുന്ന ചൈന ഗ്രാസിൻ്റെ പാക്കറ്റ് ഇതുപോലെ ആയിരിക്കും. പല കമ്പനിയുണ്ട്, ബേക്കേഴ്സിൻ്റെ പല കമ്പനിയുടെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ പ്ലെയിൻ ചൈന ഗ്രാസ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് 10 ഗ്രാമിൻ്റെ 46 രൂപ ചൈന ഗ്രാസ്. ഇതും 10 ഗ്രാം ബോക്സ് നമ്മൾ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചൈന ഗ്രാസ് യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പുഡിംഗ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇതുപോലത്തെ ഒരു നീളമുള്ള ടൈപ്പ് ചൈന ഗ്രാസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഹലാൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതുപോലത്തെ ചൈന ഗ്രാസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആദ്യം ഉണ്ട്, പക്ഷേ ഇതെല്ലാവരും ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൂടുതലായിട്ട് കേക്ക് ടൂൾസിൻ്റെ ഐറ്റംസിൽ ആ സെക്ഷനിലൊക്കെ എല്ലാ ഷോപ്പുകളും ഇപ്പോൾ അവൈലബിൾ ആണ്, വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പുറത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വേണ്ട നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക എന്ന് വെച്ചാൽ ലാഭം ഈ ചൈന ഗ്രാസ് വാങ്ങുമ്പോഴാണ്. മനസ്സിലായില്ല? ഇതിപ്പോൾ ഒരു പാക്ക്
പാലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഒരു പാക്ക് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് യൂസ് ചെയ്യണം. ഇതാണെങ്കിൽ നമുക്ക് ഇത് ഏറ്റവും ചെയ്യാം നമുക്ക് ഒരു ട്രേയിലേക്കുള്ള ചൈന ഗ്രാസ് നമുക്ക് ഇതിന് കിട്ടും. ഇങ്ങനെ ഇത് ഇപ്പോൾ എത്ര ഗ്രാമാണ്? 25 ഗ്രാമിൻ്റെ 88 രൂപയ്ക്ക് ഇതുപോലെ നൂല് പോലെയുള്ള ചൈന ഗ്രാസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ലാഭങ്ങൾ. ബൾക്കായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് കുറച്ച് വലിയ ടൈപ്പ് കണ്ടില്ലേ, ഇത് നമുക്ക് 200-250 രൂപയ്ക്ക് കിട്ടും. ഇതിൽ നിന്ന് ഒരുപാട് പുഡിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഹലാൽ എന്ന് പറയുന്നത്, വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ചൈന ഗ്രാസ് ഇതിൽ നമുക്ക് ഒരുപാട് പുഡിങ്സ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ്, ഒരുപാട് പുഡിങ്സ് കിട്ടും ചെയ്യും. അപ്പോൾ കറക്റ്റ് 25 ഗ്രാം. നമ്മൾ പുറത്തേക്ക് നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോഴും പുറത്തേക്ക് നമ്മൾ പുഡിംഗ് കൊടുക്കുമ്പോഴും നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നു കട്ട് ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. പക്ഷേ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഡെലിവറിയാണ്, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതുകൊണ്ട് ട്രേ അത്ര നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് നൽകിയ കസ്റ്റമർക്ക് ഭയങ്കര കംപ്ലൈൻറ്റ് ആയിരിക്കും. സെറ്റ് ആയാലും അതിലേറെ വലിയ കംപ്ലൈൻറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ചൈന ഗ്രാസ് എടുക്കുന്നതിൽ മാറ്റമുണ്ട്, നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ എടുക്കുന്നതിൽ മാറ്റമുണ്ട്. ഓക്കെ, വീട്ടിൽ അതേ സെയിം തന്നെ ചെയ്യട്ടെ, വേണ്ടതല്ല. അപ്പോൾ പുറത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ചൈന ഗ്രാസുകൾ ഇതൊക്കെയാണ്. അപ്പോൾ അത് എത്ര അളവിലാണ് ഓരോന്നിലേക്ക് എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ പുഡിങ്ങിലേക്ക് ഉപയോഗിക്കുന്നത് പഞ്ചസാര, നമ്മൾ നോർമൽ പഞ്ചസാര. ഓക്കെ, അത് പിന്നെ എനിക്ക് ഡൗട്ടില്ല, പക്ഷേ ഞാൻ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാണ്. പഞ്ചസാര, നമ്മൾ നോർമലായിട്ടുള്ള പഞ്ചസാര. ഓക്കെ, പിന്നെ പാലിൻ്റെ കാര്യത്തിലാണ് എല്ലാവർക്കും ഡൗട്ടും. സാധാ നമ്മൾ മിൽമയുടെ പാല്, ഇത് ശരിക്കും ഒരു പാക്കറ്റ് പാല് നമ്മുടെ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് കപ്പിൽ കറക്റ്റ് നിങ്ങൾക്ക് അളന്നിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് 2 കപ്പ് കിട്ടും. ഒരു പാക്കറ്റ് പാല് നമുക്ക് 2 കപ്പ് പാൽ കിട്ടും. പക്ഷേ ഞാൻ പാക്കറ്റ് ബേസ് എന്നൊക്കെ പറഞ്ഞിരുന്നത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഐഡിയ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേയിലേക്ക് 2 പാക്കറ്റ് പാൽ എന്ന് പറയുമ്പോൾ 4 കപ്പ് പാല്, അത്രേ ഉള്ളത്. ഇപ്പോൾ ഇത് മിൽമയുടെ പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏത് പാലുകളോ ഫാറ്റ് ഉള്ളതോ ഫാറ്റ് കുറഞ്ഞതോ ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ. അപ്പോൾ പാൽ പാക്കറ്റ്, പിന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് പല തരത്തിലുള്ളതുണ്ട്. അത് ചില കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നു, ചിലർക്ക് യൂസ് ചെയ്യുന്നില്ല. അതിൽ തന്നെ മിൽക്ക് മേഡിന് വേറെ ടൈപ്പ് ഉണ്ട്, അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അതെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മിൽക്ക് മേഡൊക്കെ യൂസ് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. അടുത്തത് മിൽക്ക് മേഡ്. നെക്സ്റ്റ് വരുന്നതാണ് എസൻസ്. ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞിട്ടില്ല, ഓരോ പുഡിങ്ങിലേക്ക് ഓരോ ഫ്ലേവറാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഇതുപോലത്തെ എസൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ ടിന്നുകളിൽ വരുന്നത് ഇത് പിസ്തയുടെ എസൻസ് ആണ്, പൈനാപ്പിളിൻ്റെ എസൻസ് ആണ്. ഓപ്പൺ ചെയ്ത് നോക്കി മനസ്സിലാവും. അങ്ങനത്തെ എസൻസ് ആണ് എനിക്ക് തോന്നിയിട്ട് കുറച്ചുകൂടി യൂസ്ഫുൾ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പൈനാപ്പിൾ പുഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു യെല്ലോ കളർ ഒരു മിസ്സിംഗ് ഒക്കെ വരും. പക്ഷേ ഇതാകുമ്പോൾ എന്നറിയോ, ഇത് നമ്മൾ ഡ്രോപ്സ് ഒറ്റിച്ചിൻ്റെ ആ പുഡിങ്ങിന് തന്നെ യെല്ലോ കളർ വരും. ഇങ്ങനത്തെ എസൻസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ കേട്ടോ. പക്ഷേ നല്ല എസൻസ് ആണ്, ഇപ്പോൾ യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ പിസ്തയുടെയും എല്ലാ ഫ്ലേവറിലും വരുന്നുണ്ട്. വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ SSF പറഞ്ഞിട്ട്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് ഇത് ചോക്ലേറ്റിൻ്റെ, ഇതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിൽ വരുന്ന എസൻസ് ആണ്. എല്ലാത്തിനും എസൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം റേറ്റ് 72. ഓക്കെ, അപ്പോൾ എസൻസ് ഇത്രയേ ഉള്ളൂ. പുഡിങ്ങിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. കേക്കിനെ പോലെ വലിയ സംഭവം ഒന്നല്ല, സംഗതി പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന, ഒരു സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് മിനിറ്റുകൾ കൊണ്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ചൈന ഗ്രാസ് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്, പിന്നെ ഓരോ വെറൈറ്റി ഐറ്റംസ് ചെയ്യുമ്പോൾ വെറൈറ്റീസ് ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഓരോ വീഡിയോസും ഓരോ ഫ്ലേവറിലും ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഫസ്റ്റ് പറഞ്ഞു തരുന്ന നമ്മൾ മെയിൻ പുറത്തേക്ക് കൊടുക്കുന്ന അത് ഞാൻ ഓരോ വീഡിയോയിൽ ഞാൻ പറയും. ഓരോ ക്ലിപ്പ് എടുത്ത് നിങ്ങൾ പ്രത്യേകം കാണണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നു, ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതിൽ ഒരു വീഡിയോയിൽ കറക്റ്റ് എല്ലാം ഒരു കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലത് വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടായിട്ടുണ്ടായിരിക്കുക, കാരണം നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ മെയിൻ സ്റ്റെപ്പ് ഒന്നും സ്പീഡ് കൂട്ടി ഡൗട്ട് ക്ലിയർ ചെയ്യാതെ പോവില്ല. പിന്നെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത ലിങ്ക് ആയിട്ടോ ഒക്കെ ഞാൻ വിട്ടുതരും ചെയ്യാം. ഓക്കെ.